നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കടന്നംകുളത്ത് യുവതിയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട വ്യക്തി തന്നെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന് ഭർത്താവ് രാജീവിനോട് തിങ്കളാഴ്ച ആതിര പറഞ്ഞിരുന്നു. രാജീവ് ഇക്കാര്യം പുറത്തു പറഞ്ഞില്ല. കാരണം ഈ ഒരു കാര്യം നമുക്ക് പുറത്ത് പറയാം എന്ന് പരാതിപ്പെടാം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ രാജീവ് മുന്നോട്ട് വെച്ചപ്പോൾ ഇത് പുറത്തറിഞ്ഞാൽ താൻ ആത്മഹത്യ ചെയ്യുമെന്നൊരു ഭീഷണി ആതിര മുഴക്കി. ഈ സാഹചര്യത്തിലാണ് രാജീവ് ഇക്കാര്യം പുറത്തു പറയാതിരുന്നത്. ആതിര കൊല്ലപ്പെട്ട ശേഷമാണ് രാജീവ് ക്ഷേത്ര ഭാരവാഹികളിൽ ചിലരോടും പോലീസിനോടും ഇക്കാര്യം പറഞ്ഞത്. ഇത് പുറത്തു പറഞ്ഞാൽ ജീവൻ ഒടുക്കുമെന്ന് ആതിര പറഞ്ഞതുകൊണ്ടാണ് നേരത്തെ ആരെയും അറിയിക്കാതിരുന്നതെന്നും രാജീവ് വ്യക്തമാക്കി. ആതിര കൂടുതൽ സമയം സമൂഹ മാധ്യമത്തിൽ ചെലവഴിക്കുമായിരുന്നു. ഇതിന് പലതവണ താൻ വിലക്കിയിട്ടുണ്ട് എന്നും രാജീവ് പോലീസിനോട് വ്യക്തമാക്കി. മാത്രമല്ല, കഴിഞ്ഞ ദിവസം മലയാളി വാർത്താ സംഘം ആ സ്ഥലത്ത് എത്തിയപ്പോൾ ഞങ്ങളോട് പ്രതികരിച്ച ചില നാട്ടുകാരും പറഞ്ഞത് ഇപ്രകാരമാണ്. ഇപ്പോഴാണ് ഭർത്താവ് ഇത്തരത്തിൽ ഈ ഒരു ഭീഷണി ഉണ്ടായിരുന്നു എന്ന കാര്യം വെളിപ്പെടുത്തിയിരുന്നത്. ഇത് നേരത്തെ ഞങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ കൊലയാളി അല്ലെങ്കിൽ ആ പ്രതി ഇത്തരത്തിലൊരു അതിക്രമം നടത്തില്ലായിരുന്നു. കാരണം ഞങ്ങൾ ഒരു സുരക്ഷ, ഞങ്ങളൊരു പ്രതിരോധ കവചം ഞങ്ങൾ തീർക്കുമായിരുന്നു എന്നതടക്കമുള്ള ഒരു പ്രതികരണമൊക്കെ കഴിഞ്ഞ ദിവസം നാട്ടുകാർ ഞങ്ങളോട് പ്രതികരിച്ചിരുന്നു. എന്തായാലും ഈ ആതിരയുടെ സ്കൂട്ടർ കണ്ടെത്തിയിരിക്കുകയാണ്. ഈ കൊലയ്ക്ക് ശേഷം പ്രതി ആതിരയുടെ സ്കൂട്ടറിൽ കടന്നു കളഞ്ഞു എന്നാണ് നിഗമനം. എന്തായാലും സ്കൂട്ടർ ഇപ്പോൾ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. കൊലയ്ക്ക് ശേഷം പ്രതി സ്കൂട്ടറുമായി രക്ഷപ്പെടുകയും എറണാകുളം സ്വദേശിയാണ് പ്രതി. ഇയാൾ ട്രെയിനിൽ എറണാകുളത്തേക്ക് രക്ഷപ്പെട്ടതാകാം എന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നിഗമനം. ഇയാൾ പെരുമാതുറയിൽ വാടകയ്ക്ക് താമസിക്കുന്ന വീട് പോലീസ് കണ്ടെത്തി. ആതിരയെ കൊലപ്പെടുത്താൻ വേണ്ടിയാണ് ഇയാൾ ഇവിടെ വീട് വാടകയ്ക്ക് എടുത്തതെന്ന് പോലീസ് അറിയിച്ചു. 4 സംഘങ്ങളായി തിരിഞ്ഞാണ് പ്രതിക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ആതിരയെ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ 11:30-ഓടെയാണ് സംഭവം. ആതിരയുടെ ഭർത്താവ് വീടിന് നേരെ മുന്നിലുള്ള ക്ഷേത്രത്തിലെ പൂജാരിയാണ്. അദ്ദേഹം ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചെത്തിയപ്പോഴായിരുന്നു ഭാര്യയുടെ മൃതദേഹം കണ്ടത്. ആതിരയുടെ സ്കൂട്ടറും കാണാതായി. തുടർന്ന് ഭർത്താവ് നാട്ടുകാരെ വിവരമറിയിക്കുകയും പോലീസിൽ അറിയുകയും പോലീസ് എത്തുകയും ഇൻക്വസ്റ്റ് നടപടികൾ അടക്കം കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡ് പരിശോധനയും ഒക്കെ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. ആതിര ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട എറണാകുളം സ്വദേശിയായ യുവാവിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോലീസ് തെരച്ചിൽ നടത്തുന്നത്. യുവതിയുടെ ഇൻസ്റ്റഗ്രാം സുഹൃത്ത് 2 ദിവസം മുൻപും ഇവിടെ എത്തിയിരുന്നുവെന്നാണ് പോലീസിന് വിവരം കിട്ടിയിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഇയാൾക്കായി തിരച്ചിൽ തുടങ്ങിയത്. എന്തായാലും ഇയാൾക്ക് കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇത്രയും വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇയാളെ പിടികൂടിയാൽ മാത്രമേ മറ്റു കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താനാകൂ എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. മതിൽ ചാടിയാണ് ഇയാൾ വീട്ടിനകത്തേക്ക് കയറിയത് എന്നാണ് നിഗമനം. കഴിഞ്ഞ ദിവസം മലയാളി വാർത്തയോട് പ്രതികരിച്ച ചില നാട്ടുകാർ പറഞ്ഞിരുന്നത് ഈ ഒരു സംഭവം നടന്നു എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു സമയത്തോട് അടുപ്പിച്ച് വീടിനുള്ളിൽ നിന്നും ടിവിയുടെ ശബ്ദം ഉറക്കെ കേട്ടിരുന്നു എന്നാണ് ചിലരൊക്കെ നമ്മളോട് പ്രതികരിച്ചത്. എന്തായാലും മൃതദേഹം പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. കടന്നംകുളം പാടിക്കവിളാകം ക്ഷേത്രത്തിലെ പൂജാരി രാജീവിന്റെ ഭാര്യയാണ് ആതിര. ക്ഷേത്രത്തിന്റെ അടുത്തുള്ള ട്രസ്റ്റിന്റെ വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത്. ചൊവ്വാഴ്ച രാവിലത്തെ പൂജയ്ക്ക് ശേഷം 11:30-ഓടെ രാജീവ് വീട്ടിലെത്തിയപ്പോഴാണ് കൊലപാതക വിവരം അറിയുന്നത്. കഴുത്തിൽ കത്തി കയറ്റി മുറിച്ച നിലയിലായിരുന്നു മൃതദേഹം. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനെ സ്കൂളിലേക്ക് പറഞ്ഞയച്ച ശേഷമാണ് ആതിര കൊല്ലപ്പെട്ടത് എന്നാണ് പോലീസിന്റെ നിഗമനം. 8:45-നും 9 മണിക്കും ഇടയിലാണ് കുട്ടിയുടെ സ്കൂൾ ബസ് വരുന്നത്. കുട്ടിയെ സ്കൂൾ ബസ്സിൽ ആതിര കയറ്റി വിടുന്നത് കണ്ടവരുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.